വയ്യമ്മ, വയറ് എടുത്തിട്ട് വയ്യമ്മ, മേലും കയ്യൊക്കെ വേദന എടുക്കണമ്മ. ഇതമ്മ കൊറേ കൊല്ലായില്ലേ സങ്കടം പറഞ്ഞു, ഇതമ്മ കരയല്ലമ്മ. കാരണം മാമാർക്ക് സഹായിച്ചിട്ട് ഇഞ്ചക്ഷനുള്ള പൈസ കിട്ടിയാൽ എന്റെ മോൾക്ക് ഇഞ്ചക്ഷൻ എടുത്തവേ ഞാൻ മാറിക്കോളൂട്ടാ. എന്റെ മോള് ഞാൻ മാറിക്കോളൂട്ട, അത് കാണാനൊക്കെ സഹായിക്കൂട്ടാ. എന്റെ മോള് കുറെ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കിടന്നുറങ്ങിയിട്ട് എന്നും എന്റെ മടിയെ തല വെച്ചിട്ട് നേരെ മണിക്കോളിരിക്കാം. എന്റെ മോളെ അസുഖം മാറാൻ വേണ്ടിട്ട് നിങ്ങളെല്ലാരും ഇഞ്ചക്ഷൻ എടുക്കാനുള്ള പൈസ ഒന്ന് സഹായിക്കണം. എന്റെ മോളെ നല്ല പോലെ നീച്ച് നടക്കണേ കണ്ടാൽ മതി. എനിക്ക് മോൾക്ക് 23 ദിവസമായി ബ്ലീഡിങ് തുടങ്ങിയ കാരണം ഇപ്പൊ നീച്ച് നടക്കാൻ പോലും വയ്യ. മാറിക്കോളൂട്ടാ. ഇത് കാണുന്ന മാമാർക്ക് സഹായിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് എന്റെ മോളെ വയറുവേദന മാറുക. എന്റെ മോൾക്ക് 6 കൊല്ലമായിട്ട് ബ്ലഡ് ക്യാൻസറാണ്. മാറി ഡോക്ടർമാര് പറഞ്ഞത് എന്റെ മോൾക്ക് വരുന്നുണ്ട്. ഇപ്പൊ ബ്ലീഡിങ് 2 മാസമായിട്ട്. ഇപ്പൊ ഈ മാസം 25 ദിവസം എന്റെ മോൾക്ക് ബ്ലീഡിങ് നിക്കണില്ല. നിങ്ങളെല്ലാരും സഹായിച്ചെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇഞ്ചക്ഷൻ എടുത്താൽ എന്റെ മോളെ ബ്ലീഡിങ് നിൽക്കുള്ളൂ. എന്നാൽ എന്റെ മോളെ തിരിച്ചു കിട്ടുള്ളൂ. നിങ്ങളെല്ലാരും സഹായിച്ചിട്ട് എന്റെ മോളൊക്കെ തിരിച്ചു തരണം. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. എന്റെ മോളെ കുറെ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ട്. നിങ്ങളെല്ലാരും സഹായിക്കണം. എന്നും ഈ മടി തല വെച്ചിട്ടിരുന്നിട്ട് നേരെ വളർക്കുക. അതുപോലെ എന്റെ മോളോറങ്ങും. എന്റെ മോൾക്ക് തീരെ വയ്യ. നിങ്ങളെല്ലാവരും സഹായിക്കണം. നമസ്കാരം, ഞാൻ സാജൻ കച്ചേരിയാണ്. ഞാനിപ്പോ തൃശ്ശൂർ ജില്ലയിലെ പുന്നൂർകുളത്തുള്ള റിഷ ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു പൊന്നു മോൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. 12 വയസ്സായ മോളാണ്. 6 വർഷത്തോളമായി ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞൊരു മാരക രോഗം പിടിപെട്ടിട്ട്. അപ്പോൾ തിരുവനന്തപുരം RCCയിലാണ് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മോൾക്ക് വേണ്ടി നമ്മൾ മുന്നേ 2 വർഷം മുന്നേ വീട് ചെയ്തിരുന്നു. അന്ന് ഏകദേശം 10-17 ലക്ഷം രൂപയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 35ഓളം ഇഞ്ചക്ഷൻ എടുത്തതിന്റെ അതുകൊണ്ടാണ് മോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ. ഇപ്പം മോൾക്ക് ബ്ലഡ് പോവുക, അതുപോലെ തന്നെ ഭയങ്കര വയറുവേദന, സഹിക്കാൻ പറ്റാത്ത വേദന ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തിട്ട് ആകെ നമുക്ക് വന്നത് ഏകദേശം 4 ലക്ഷം രൂപയാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ കുറവ് ഫണ്ടേ വന്നുള്ളൂ. ഈ അക്കൗണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഫണ്ട് കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു പോസ്റ്റ് ചെയ്യാണ്. എന്റെ ഈ വോയിസ് കേൾക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ആളുകളും ഈ മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നുകൂടി കഴിയാവുന്ന തുക കൊടുത്തുകൊണ്ടും, അതുപോലെ എന്റെ വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ള ജനങ്ങളിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ളതിലൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടും നിങ്ങൾ ഈ മോൾക്ക് വേണ്ടിയിട്ട് സഹായിക്കണം എന്ന് നിങ്ങളോട് താഴ്മയായിട്ട് അപേക്ഷിക്കണം. കാരണം ഇവര് ഒരു പാവപ്പെട്ട കുടുംബമാണ്. പിന്നെ ഈ മോളുടെ ഒരു വീടുണ്ട് ഇവർക്ക്. ആ വീട് തന്നെ ഏകദേശം ഒരു 5 ലക്ഷം രൂപയോളം ലോണാണ്. അതിന് ഇൻട്രസ്റ്റ് പോലും അടച്ചിട്ടില്ല. അത്രയും ധൈര്യ അവസ്ഥയിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കഴിയാവുന്ന തുക കൊടുത്തുകൊണ്ടും മാക്സിമം ഈ മോളനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടെ ഉണ്ടാവണം എന്ന് അപേക്ഷിക്കണം.